പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവവചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ബൈബിൾ പുസ്തകം ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ദൈവവചനത്തെ ഒരു പുസ്തകമായോ ബൈബിളായോ നിങ്ങൾ കാണാതെ അതിനപ്പുറമായിട്ട് ദൈവവചനത്തെ ശബ്ദമായി അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നതനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ. അപ്പൊ അവിടെ വചനത്തെ അവൻ ഒരു വ്യക്തി എന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലും വചനത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവന് ദൈവവചനം എന്ന പേര്. അവൻ, ഇപ്പൊ ദൈവവചനത്തെ അവൻ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് വചനത്തെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളില് നമുക്ക് വരേണ്ട ഒരു ബോധ്യമാണ്, ദൈവവചനം എന്ന് പറയുന്നത് ശബ്ദമല്ല, അക്ഷരങ്ങളല്ല, ദൈവമാണ്, അവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന് ആ വസ്തുവിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതേ ചെയ്യാൻ സാധിക്കും. അഗ്നി, തീ എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യാൻ സാധിക്കുമോ അതേ അത് ചെയ്യും. വെള്ളത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതത് ചെയ്യും. നമുക്കറിയാം ഇന്ധനങ്ങൾ, പെട്രോൾ ഉണ്ട്, പെട്രോളിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യും. പക്ഷെ മറിച്ച് ചിന്തിച്ചു നോക്കുക, വെള്ളത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യം പെട്രോളിന് ചെയ്യാൻ സാധിക്കത്തില്ല, പെട്രോൾ ചെയ്യുന്ന കാര്യം വെള്ളത്തിനും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓരോ വസ്തുക്കളും അതതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് പോലെ, ഓരോ വ്യക്തിയും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പോലെ തന്നെ ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം അവൻ വചനം, അവൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും ദൈവവചനം. അതെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു ഉപദേശം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ പോയി പങ്കെടുക്കുമ്പോൾ ചില അറിവുകൾ നേടുന്നത് പോലെയോ നിങ്ങൾ വചനത്തെ കാണാതെ വചനത്തിന് അർഹിക്കുന്നതായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുമെങ്കിൽ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. അപ്പൊ നമുക്ക് ദൈവവചനത്തിനകത്ത് അനേക വാഗ്ദത്വം എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ നിർവചിക്കാൻ ആഗ്രഹിക്കുക: പ്രിയം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തിക്ക് നൽകാമെന്നോ ചെയ്യാമെന്നോ വാക്കിനാൽ തരുന്ന ഉറപ്പിന് പറയുന്നതാണ് വാഗ്ദത്തം. പ്രിയം കൊണ്ട് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള പ്രിയം കൊണ്ട് നമ്മൾ പറയും, ഞാൻ നിനക്ക് ഇന്ന കാര്യം ചെയ്തു തരാം. നമുക്കറിയാം, ഹെരോദ രാജാവ് ആ വലിയ സദസ്സിന് മുമ്പിൽ, തന്റെ ജനോത്സവത്തിങ്കിൽ ആ വലിയ സദസ്സിന് മുമ്പിൽ മനോഹരമായൊരു നൃത്തം ചെയ്ത ആ മകളോട് പറഞ്ഞ കാര്യമാണ്, ഈ രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും നിനക്ക് തരാം. അത് കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ജോലി ചെയ്തത് കൊണ്ടല്ല, പ്രിയം കൊണ്ടാണത് പറയുന്നത്. പ്രിയം കൊണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ട്, പ്രവൃത്തിയോ പ്രിയമോ, നമ്മൾ ചെയ്തൊരു പ്രവൃത്തി നമ്മൾ പറയുകയാണ്, കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നീ അബവ് 90% മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് ഇന്ന കാര്യം ചെയ്തു തരാം. നമ്മൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് അവരെ പഠന കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ അവർക്ക് ചില പ്രോമിസുകൾ കൊടുക്കാം. അപ്പൊ അങ്ങനെ അവർക്ക് പ്രോമിസ് കൊടുക്കുമ്പോൾ അവർ ആ വാഗ്ദത്തത്തെ, ആ ഒരു പ്രോമിസിനെ സീരിയസ് ആയിട്ട് എടുക്കും. അവരതിൽ പഠിക്കും, ജയിക്കും. അവര് എന്താണോ നമ്മൾ പ്രോമിസ് ചെയ്തത് അത് അവർ സ്വന്തമാക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പ്രോമിസുകൾ പ്രിയം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നൽകാമെന്നോ ചെയ്യാമെന്നോ പറയുന്ന വാക്കിനാൽ നൽകുന്ന ഉറപ്പാണ് വാഗ്ദത്തം. ഇപ്പൊ കർത്താവിന്റെ പ്രോമിസുകളെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ കുറിച്ച് അനേക സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. എന്നാൽ വാഗ്ദത്തങ്ങളെ കുറിച്ച്
നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ, കണ്ടീഷൻ. അതായത് നമുക്കറിയാം, ദൈവം വാഗ്ദത്തം ചെയ്തു. ഒരു വലിയ വാഗ്ദത്തത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് കുറെ പ്രോമിസുകൾ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 2-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ കുറേയേറെ വാഗ്ദത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ ഇങ്ങനെയാണ്: നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിനക്കുള്ളവ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ശത്രുവിന്റെ മേൽ നിനക്ക് ജയമുണ്ട്, ശത്രു നിന്റെ നേരെ വരത്തില്ല, ഒരു വഴിയായിട്ട് 7 വഴിയായിട്ട് ചിതറിപ്പോകും, നിന്റെ പേരിൽ എന്റെ നാമം കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സകല ജാതികൾ നിന്നെ കണ്ട് ഭയപ്പെടും, നീ വിശുദ്ധ ജനമായിരിക്കും, നീ ഭൂമിയിലുള്ള സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, നീ വായ്പ കൊടുക്കും, വായ്പ വാങ്ങത്തില്ല, നീ വാലല്ല തലയാകും. അങ്ങനത്തെ വാഗ്ദത്തങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങളോട് ചേർന്ന് അതിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇതേ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ അപ്പോഴാണ്. അതുപോലെ തന്നെ അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്റെ വാലല്ല തലയാകും. അപ്പൊ ഈ പഴയ നിയമത്തിലെ പ്രോമിസുകൾ ഓൾവേസ്, വാഗ്ദത്തങ്ങൾ എപ്പോഴും നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ, ഇന്ന കാര്യം ചെയ്താൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും. അതായിരുന്നു പഴയ നിയമത്തിലെ കൽപ്പനകളിലെല്ലാം, വാഗ്ദത്തങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ സ്വന്തമാകണമെങ്കിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കും, അല്ലെങ്കിൽ ഇത് സാധ്യം. അതായിരുന്നു പഴയ നിയമം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരിത് ചെയ്തിരിക്കണം, ഇത് പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിനക്ക് ഇതെല്ലാം തരാം, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ജാതിയാണ്, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങണം. അപ്പൊ അവരിത് വിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ അനുഗ്രഹം എല്ലാം കിട്ടും. ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും, സകല ജാതികളും നിന്റെ നാമനിമിത്തം അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ഉണ്ട്. പക്ഷേ നീ ഈ കണ്ടീഷൻസ്, ഈ ഒരു നിബന്ധന പാലിക്കണം, ഇല്ലെങ്കിൽ സാധ്യം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദൈവം പുറപ്പാട് പുസ്തകത്തിൽ അവർക്ക് കൽപ്പനകൾ കൊടുത്തു. കൽപ്പനകൾ കൊടുത്തതിന്റെ കൂടെ തന്നെ അവർക്ക് വാഗ്ദത്തങ്ങളുണ്ട്. നീ ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായിട്ട് ഇവർ യോഗ്യനാണ്. പക്ഷെ ആ യോഗ്യത എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഇന്ന കാര്യങ്ങൾ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ നിർവഹിക്കുമ്പോൾ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വരും. അപ്പൊ ഇവിടെ പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ, നിബന്ധനകൾ അത് ഇത് ചെയ്താൽ പ്രാപിക്കാമെന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത്, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അതായിരുന്നു പഴയ നിയമത്തിന്റെ ബേസ് തന്നെ. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അത് എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് നിമിത്തം അവന്റെ ജീവിതം ജീവിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്നതായ ഫലം കാണാൻ സാധിക്കത്തില്ല. അതായിരുന്നു പഴയ നിയമം. അപ്പൊ അവിടെ ആ നിയമബന്ധിതമായ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകപ്പെട്ടു. അവർക്ക് ആർക്കും തന്നെ അത് പ്രാപിക്കാൻ പറ്റിയില്ല. നമ്മള് എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവരൊക്കെ നല്ല സാക്ഷ്യം പ്രാപിച്ചു. നല്ല സാക്ഷ്യം. എങ്ങനെയാ സാക്ഷ്യം പ്രാപിച്ചത്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം: അതിനാലല്ലോ പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എങ്ങനെ? വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്താൽ അവർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് നല്ല സാക്ഷ്യം ലഭിച്ചു. അതാണ് 11:39 പറയുന്നത്, അവർക്ക് നല്ല സാക്ഷ്യം ലഭിച്ചു. പക്ഷേ അവർക്കാർക്കും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ സാധിച്ചില്ല. നമ്മൾ ഈ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ഈ വാഗ്ദത്തത്തെ കുറിച്ച് നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് നമുക്ക് അത് പല സ്ഥലത്തും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. വാഗ്ദത്തം ദൈവം അബ്രഹാമിന് നൽകി എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. ലോകാവകാശിയാകും എന്ന വാഗ്ദത്തം. അപ്പൊ അവിടെ നമുക്ക് ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നിട്ട്
ഇവിടെ നമുക്ക് ഈ ഗലാത്യ ലേഖനത്തിന്റെ തന്നെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പത്. അപ്പൊ അവിടെ പറയുന്നത്, വാഗ്ദത്തത്തെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം. പരിശുദ്ധാത്മാവാണ് വാഗ്ദത്ത വിഷയം. അപ്പൊ വാഗ്ദത്ത വിഷയത്തെ കുറിച്ച് നമ്മൾ അവിടെ പറയുമ്പോൾ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു. അപ്പൊ പ്രോമിസ് ഈസ് ദയർ, പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എല്ലാവർക്കും ഉള്ളതല്ല, ഒരാൾക്കുള്ളതാണ് പറയുന്നത്. സന്തതിക്കും, സീഡ്. ആ സന്തതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് സീഡ് എന്ന പദമാണ്, വിത്ത് എന്ന പദമാണ്. അതായത് അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ സന്തതി എന്ന ഏകനെ കുറിച്ച് അത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ. അപ്പൊ വിത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ സന്തതി എന്നതിനെ വിത്ത്, സീഡ് എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ സന്തതി എന്ന് പറയുമ്പോൾ തന്നെ സീഡ്. സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് എന്തിനു വേണ്ടിയുള്ളതാണ്? വിത്ത് എന്ന് പറയുന്നത് വിതയ്ക്കാനുള്ളതാണ്. വിത്ത് വിതയ്ക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന സകലതും ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, ക്രിസ്തുവിലാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിലാണ് അനുഗ്രഹം. അനുഗ്രഹം ക്രിസ്തുവിലാണ്, വാഗ്ദത്തങ്ങളും ക്രിസ്തുവിലാണ്. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവ്വെന്നും ആമേനെന്നും. അപ്പൊ ക്രിസ്തുവിൽ വാഗ്ദത്തങ്ങൾ എന്റേതാണ്. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ട്, ആ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ക്രിസ്തുവിൽ വാഗ്ദത്തങ്ങൾ, ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം ക്രിസ്തുവിൽ. അപ്പൊ ഒരു വിത്തിനകത്താണ് എന്തിരിക്കുന്നത്? ആമേൻ. അത് എന്ത് ഫ്രൂട്ടിനകത്താണോ വിത്തിരുന്നത്, ആ ഫ്രൂട്ടുകൾ അടങ്ങിയിരിക്കുന്ന ആ വിത്തിനാണ്. ആ വിത്ത് എന്തിനുള്ളതാണ്? വിതയ്ക്കാനുള്ളതാണ്. ആ വിത്ത് വിതയ്ക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താണ്? ഈ വിത്തിനെ എന്ത് ഫ്രൂട്ടാണോ വഹിച്ചിരുന്നത് അതുപോലെ 10,000-കണക്കിന് ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് സീഡ്. അപ്പൊ ഈ സീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വിത്ത്, നമുക്കറിയാം, വിത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിത്തിന്റെ രൂപം, വിത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കാം. അതിന് ചില ദിവസങ്ങളോളം അതിനെ സൂക്ഷിച്ചു വെക്കാം. ആ വിത്ത് അതിൻ്റെ അകത്ത്, അതിൻ്റെ പുറമേ ഇരിക്കുന്ന തോട്, അതിൻ്റെ അകത്തെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ അകത്തെ ജീവൻ പുറത്തു വരാതെ തടയുന്നു, സൂക്ഷിക്കുന്നു. 2 രീതിയിൽ നമുക്ക് പറയാം. എന്നാല് ആ വിത്തിനെ എപ്പോഴാണോ മണ്ണിലിടുന്നത്, ഇപ്പോ നിലത്തെ ജീവനെ വലിച്ചെടുത്ത്, മണ്ണിലെ ഫലപുഷ്ടിയെ വലിച്ചെടുത്ത്, ആ വിത്ത് അകത്തെ ജീവൻ വളർന്നിട്ട് അതിന്റെ പുറമെയുള്ള തോടിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് ജീവൻ വെളിപ്പെടും, ജീവൻ പ്രത്യക്ഷപ്പെടും, ഒരു വൃക്ഷമായി, സസ്യമായി അത് മാറും. അപ്പോഴാണ് ഏത് വിത്തിനെ വിതച്ചോ ആ വിത്തിന്റെ പല മടങ്ങ് ഫലം കായ്ക്കത്തക്കവണ്ണം അത് പുറത്തേക്ക്. അപ്പൊ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് അവന്റെ സന്തതിക്ക്, സന്തതി, സീഡ്. അപ്പൊ യേശു ക്രിസ്തു, ആമേൻ, അനേക പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടത്. യേശു ക്രിസ്തുവിനെ അനേക പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടത്. റോമാലേഖനം 8-ാം അധ്യായം അതിന് 29-ാം വാക്യം പറയുന്നത്, ആമേൻ, നമ്മള് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ
നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ടവരാ. യേശുക്രിസ്തുവിന്റെ അതേ രൂപത്തോട് അനുരൂപമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാൻ. അപ്പൊ ആ അനുരൂപമാകുവാൻ വിളിക്കപ്പെട്ടവരായി നിങ്ങളും ഞാനും. അപ്പൊ യേശുക്രിസ്തു ആകുന്ന വിത്ത് നിലത്തു വീണ് എന്ത് ചെയ്യണം? അതിന്റെ ജീവൻ പുറത്തു വന്നിട്ട് തോട് പൊട്ടണം. പൊട്ടിച്ചു കളയുമ്പോഴല്ല, അതിനെ ആ ഒരു വിത്തിനെ നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കുമ്പോഴും അതിന്റെ തോട് പൊട്ടിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന വിത്തിനെ കാണാൻ സാധിക്കും. പക്ഷെ അതോടുകൂടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ എപ്പോഴാണോ അതിന്റെ പാകമാകുന്ന നിലയിൽ അത് മണ്ണിനകത്ത് കിടന്ന ആ വിത്തിനകത്ത് ജീവൻ പുറത്തു വരുന്നത്, അതുകൂടെ തോട് പൊട്ടിപ്പോകും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്, യേശു നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ എല്ലാ ശിക്ഷയും ചുമന്നുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നവനായ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി അവൻ യാഗമായി തീർന്നു. അപ്പോഴ് അവനിൽ എന്താണ് സംഭവിച്ചത്? അവൻ ഹല്ലേലൂയ നമ്മുടെ ജീവൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ ജീവൻ അവനിൽ വസിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ജീവൻ അവനിൽ വസിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ജീവൻ വസിച്ചിരുന്ന അവൻ നിലത്തെ നമ്മുടെ പാപം, നമ്മുടെ അഴുക്ക്, നമ്മുടെ കുറവുകളെല്ലാം അവൻ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോ അവനിൽ നിന്ന് പുറപ്പെട്ടത്, നിങ്ങളുടെയും എന്റെയും പാപവും അഴുക്കും അവൻ സ്വീകരിച്ചപ്പോ അവനിൽ നിന്ന് പുറപ്പെട്ടത് ഹല്ലേലൂയ പാപവും അഴുക്കുമല്ല, ജീവൻ പുറപ്പെട്ടു. ജീവൻ പുറപ്പെട്ടു. നമുക്കറിയാം, നമ്മള് ഒരു ചെടിക്ക് പലതരത്തിലെ വളങ്ങൾ ഇടാറുണ്ട്. അപ്പൊ അതിന് വളങ്ങൾ ഇടുമ്പോ ആ വളമെല്ലാം പല വിധത്തിലുള്ള നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന മണമല്ല. നമുക്കറിയാം, പണ്ട് കാലങ്ങളില് ഇന്നത്തെ പലതരത്തിലുള്ള വളങ്ങളുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ജൈവ വളങ്ങളൊക്കെ നമുക്ക് അതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നു, അതുപോലെ സ്മെല്ലാണ്. പക്ഷേ ആ വിത്ത് എന്താ സ്വീകരിക്കുന്നു? ഒരു റോസാ പുഷ്പം, അതിന്റെ ചുവട്, അതിന്റെ തണ്ട്, അതിന്റെ ജീവൻ, ചുറ്റും നിൽക്കുന്ന അഴുക്കുകളെല്ലാം സ്വീകരിച്ചിട്ട്, ഒരു മുല്ലപ്പൂ, അതിന്റെ ആ ചെടി, അതിന് ചുറ്റുമുള്ള അഴുക്കുകളെല്ലാം സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നത്, ആ പുഷ്പത്തിൽ നിന്ന് പുറത്തു വരുന്നത് മനോഹരമായ ആസ്വദിക്കത്തക്കവണ്ണം സുഗന്ധമാണ്. പ്രിയപ്പെട്ട യേശു നിങ്ങളുടെയും എന്നെയും പാപത്തെ സ്വീകരിച്ചപ്പോ, നിങ്ങളുടെയും എന്നെയും പാപത്തെ ചുമന്നപ്പോ, നിങ്ങളുടെയും എന്നെയും രോഗത്തെ വഹിച്ചപ്പോ ഹല്ലേലൂയ അവന്റെ തോട് പൊട്ടി. ഹല്ലേലൂയ അവൻ മനുഷ്യപുത്രൻ എന്ന പദവിയിൽ നിന്ന് അവന്റെ അകത്ത് വസിച്ച ദൈവപുത്രൻ എന്ന തോട്, ഹല്ലേലൂയ മനുഷ്യപുത്രൻ തോട് പൊട്ടിയപ്പോ അവന്റെ അകത്തിരുന്ന ദൈവപുത്രന്റെ ജീവൻ വെളിപ്പെട്ടു വന്നു. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ജീവൻ വെളിപ്പെട്ടു വന്നപ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ആമേൻ, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 1:20 പറയുന്നത്, സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ യെസ് എന്നും ആമേൻ എന്നും. അവൻ മരിച്ചപ്പോൾ, അവൻ ക്രൂശിൽ അടിക്കപ്പെട്ടപ്പോൾ, അവൻ ആ ഭൂമിയിൽ നിങ്ങളുടെയും പാപത്തിന്റെയും അഴുക്കിന്റെയും അതിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ, അവന്റെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്റെ ജീവൻ പുറത്തേക്ക് വന്നു. ദൈവപുത്രൻ പുറത്തേക്ക് വന്നു. അതായത് അതിനു മുമ്പ് ദൈവപുത്രൻ ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അവനകത്ത് വസിച്ച ദൈവപുത്രന്റെ ആ പുത്രത്വത്തിന്റെ ശക്തി പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ ഞാനും ആമേൻ അവനിൽ നിന്ന് പുറപ്പെട്ട ഫ്രൂട്ട്സാ, വിത്തുകളാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുണം എന്താണെന്നറിയാമോ? ആ വിത്തിൽ എന്തുണ്ടായിരുന്നോ അതേ ഗുണങ്ങളെല്ലാം ഈ ഫ്രൂട്ട്സിലും ഉണ്ട്. ഈ ഫ്രൂട്ട്സിനകത്തും വിത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, ആ വിത്ത് വളർന്നു വരുന്നു, ഒരു വൃക്ഷമായി തീരുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് ഫലം പുറപ്പെടുന്നു. ആ ഫലത്തിനകത്തും എന്തിരിപ്പുണ്ട്? ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാകുന്ന ഫലങ്ങളകത്ത്, ഞാനാകുന്ന ഫലത്തിനകത്ത് ക്രിസ്തുവാകുന്ന വിത്ത്, ജീവനാകുന്ന വിത്ത്, ദൈവപുത്രനാകുന്ന വിത്ത് നിങ്ങളുടെ മെന്റിയും അകത്തിരിപ്പുണ്ട്. അതാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ഉൾനട്ടതുമായ ദൈവവചനം. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളിലും എന്നിൽ വസിക്കുന്നത് ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്റെ വിത്ത് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആ വിത്ത് നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗലാത്യ ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ കുറിച്ച്, സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, തന്നെ സന്തതിക്കുമെന്ന് ഏകരെ കുറിച്ച് അത്ര പറയുന്നത്, അത് ക്രിസ്തു.
ഈ മൂന്നാം അധ്യായത്തിൽ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അനേക വാഗ്ദത്തങ്ങളെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നു. അതിന്റെ 17-ാം വാക്യം, ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തങ്ങളെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അപ്പൊ വാഗ്ദത്തങ്ങൾ ഒരിക്കലും നിയമത്തെ ദുർബലമാക്കുന്നില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 18-ാം വാക്യത്തിൽ പറയുന്നത് അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അപ്പൊ അവകാശം, ഒരു വ്യക്തിക്ക് അവകാശം ലഭിച്ചത് ന്യായപ്രമാണത്താൽ അല്ല. അതായത് നാം ചെയ്ത പ്രവൃത്തിയാലല്ല നമുക്ക് വാഗ്ദത്തം ലഭിച്ചത്. വാഗ്ദത്തം നമുക്ക് ലഭിച്ചത്, ആമേൻ, അവകാശം നമുക്ക് ലഭിച്ചത്, അതായത് ന്യായപ്രമാണത്താലല്ല വാഗ്ദത്തം ലഭിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ന്യായപ്രമാണത്താലല്ല അവകാശം ലഭിച്ചത്, അവകാശം ലഭിച്ചത് വാഗ്ദത്തത്താൽ. ആമേൻ, വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചവരായിട്ട് മാറി. എന്നിട്ട് 19-ാം വാക്യം ഞാൻ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. അപ്പൊ വാഗ്ദത്തം എപ്പോ വരെ ഉള്ളൂ? അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം വാഗ്ദത്ത സന്തതി വരുവോളമാണ് ഹല്ലേലൂയ ന്യായപ്രമാണം. വാഗ്ദത്ത സന്തതി വരുവോളം. ഈ ന്യായപ്രമാണത്തിന്റെ ലൈഫ് എപ്പോ വരെ ഉള്ളൂ? പ്രോമിസ് ചൈൽഡ് വരുന്നത് വരെ, വാഗ്ദത്ത സന്തതി വെളിപ്പെടുന്നത് വരെ. അപ്പൊ വാഗ്ദത്ത സന്തതി ആരാ? യേശു ക്രിസ്തുവാണ് വാഗ്ദത്ത സന്തതി. യേശു ക്രിസ്തു വരുന്നത് വരെ ഉള്ളൂ ന്യായപ്രമാണത്തിന് ലൈഫ്. യേശു വന്നതോടുകൂടെ ന്യായപ്രമാണത്തിന്റെ ഇമ്പോർട്ടൻസ് ഇൻവാലിഡായി. ന്യായപ്രമാണം ഇല്ല. കാരണം ഇത് ചെയ്താൽ ഇതിനാൽ ജീവിക്കുമെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, നിങ്ങൾ ഇത് ചെയ്താൽ ജീവിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ഞാൻ ജീവിപ്പിക്കുമെന്ന വാഗ്ദത്തം വന്നപ്പോ ഈ ചെയ്ത് ജീവൻ പ്രാപിക്കേണ്ട വാഗ്ദത്തത്തിന്റെ സാഹചര്യം മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെയും എന്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? ജീവിപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും ജീവിക്കേണ്ടതിന് നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ ആത്മാവിനെ ആക്കി നിങ്ങളെ എന്നെ ജീവിപ്പിക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ, ജീവൻ, അതായത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രോമിസാണ്. ഇന്ന് നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്കും എനിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ പ്രോമിസാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഞാൻ അയക്കും. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അപ്പോസ്തല പ്രവൃത്തി 1:4. ലൂക്കോസിന് സുവിശേഷം 24:49. ആത്മാവ് വാഗ്ദത്തമാണ്. ആത്മാവ് പ്രോമിസാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിനെ അന്വേഷിച്ച് നടക്കുന്നവരാണോ? പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നവരാണോ? എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, ദൈവവചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാം അധ്യായം 3-ാം വാക്യം, പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ സാധ്യമല്ല. ഒരു വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് പറയുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് അവനിൽ ഇരുന്ന് ആ ബോധ്യം അവന് കൊടുക്കുന്നതാണ്. അപ്പൊ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ കർത്താവ് എന്ന് ഒരു വ്യക്തി വിളിച്ചു പറയുമ്പോൾ മറക്കരുത്, അല്ലെങ്കിൽ അവനെ യേശു എന്ന കർത്താവ് എന്ന ബോധ്യം അവനിൽ കൊടുത്തത്, അവനിൽ നൽകിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ആ ബോധ്യം നൽകിയത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഹല്ലേലൂയ ആത്മാവിനെ പ്രാപിക്കേണ്ട, ആത്മാവിനെ കുറിച്ച് അവൻ ലഭിച്ച വാഗ്ദത്തം പ്രാപിക്കാൻ ഓടി നടക്കുകയാണ്. നിങ്ങൾ ഓടി നടക്കണ്ട. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്ന നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോ അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചേക്കാം, ഈ ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞല്ലോ, കാത്തിരിക്കണ്ടേ? പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തല പ്രവൃത്തി 2 അവർ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു, പ്രാപിച്ചു. അതിനു മുമ്പ് അവർക്ക് യേശുവിനെ കർത്താവ് എന്ന നിലയിൽ മനസ്സിലാക്കി ആ കർത്തൃത്വത്തിന്റെ പൂർണ്ണ തിരിച്ചറിവിൽ നിൽക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു, കർത്താവേ എന്ന് വിളിച്ചു, ക്രിസ്തു എന്ന് പറഞ്ഞു,
പക്ഷെ അവരുടെ ഉള്ളിൽ ആ ബോധ്യത്തോടെ നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ അവിടെ മുതൽ ആരംഭിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിനാൽ ഹല്ലേലൂയ യേശുവിനെ ക്രിസ്തു എന്ന ബോധ്യം നമ്മുടെ അകത്ത് തന്നിരിക്കും. യേശുവിനെ കർത്താവെന്ന ബോധ്യം പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണ്ടേ, നിറവിന് വേണ്ടി കാത്തിരിക്കണ്ടേ. ഞാൻ പറയട്ടെ, എങ്ങനെയാണ് നിറവ് പ്രാപിക്കുന്നത്? ഒരു വ്യക്തി ഒരു ഒരു ചെറിയ കാര്യം പരിശീലിക്കുമ്പോൾ ആദ്യം അതിന്റെ ABC അങ്ങനെയാ തുടങ്ങുന്നത്. പക്ഷെ പിന്നത്തതിൽ സ്ലോലി അതിൽ തന്നെ നിലനിന്നാണ് ആ വ്യക്തി അതിന്റെ നിറവിലെത്തുന്നത്. ഞാൻ പറയട്ടെ, യേശു കർത്താവെന്ന അറിവോടെ നിങ്ങൾ നിൽക്കും തോറും നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും വെളിപ്പെടുന്ന ഒരു സീസൺ വരും. അത് നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ടതല്ല, നിങ്ങളുള്ളതിനെ ജ്വലിപ്പിച്ച് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. നിങ്ങളിലുണ്ട് അഭിഷേകം, നിങ്ങളിലുണ്ട് പരിശുദ്ധാത്മാവ്. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ വാഴുതോറും, നിങ്ങളെ നിയന്ത്രിക്കുന്നോറും, നിങ്ങൾ അല്പം കഴിയുമ്പോൾ നിങ്ങൾ അഭിഷേകത്തോടെ നടക്കാൻ തുടങ്ങും. ഈ അഭിഷേകം എന്ന് പറയുന്നത് ഭാവ പ്രകടനങ്ങളല്ല. ആമേൻ, ഹല്ലേലൂയ. പിശാചിനെ വെല്ലുവിളിക്കുന്ന നിലയിൽ പാപത്തെയും ശാപത്തെയും തള്ളിക്കളഞ്ഞിട്ട് ലോക സ്നേഹത്താൽ പിടിക്കപ്പെടാതെ ആമേൻ, ഹല്ലേലൂയ, നിത്യതയുടെ ബോധ്യത്തോടു കൂടെ നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സാധിക്കുന്നെങ്കിൽ അതാണ് അഭിഷേകം. ആ വാഗ്ദത്തം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രാപിച്ച് പ്രയോജനപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. ബിക്കോസ് നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്തതിയാണ്. യു ആർ സീഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ സന്തതിയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇനി വചനം കേട്ട ഈ പ്രോഗ്രാം കണ്ട പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവെ പരിശുദ്ധാത്മാവ് അവരിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെ നിന്ന് ആത്മാവിൽ നിറയുവാൻ, ആത്മാവിൽ ശക്തി പ്രാപിപ്പാൻ, ആത്മാവിൽ ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അവർ കണ്ടതിനും കേട്ടതിനും തിരിച്ചറിഞ്ഞതിനും മനസ്സിലാക്കിയതിനും അതീതമായ ചില ചുവടുകൾ വെക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ജീവനിൽ പൊതിയണമേ, അഭിഷേകത്തെ നിർത്തണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തിന്, ദൈവമഹത്വത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തകർത്തു മുന്നേറുവാനുള്ള അഭിഷേകവും ശക്തിയും അവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ പകരാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാം നമ്മളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ളതാണ്. യെസ്, ഒരു വാഗ്ദത്തം പോലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ നിങ്ങളുടേതാണ്. അത് തിരിച്ചറിയുക, ആസ്വദിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ വാഴുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.